റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിൽ ഇസ്ഫാഹിന്റെ ദീനിൽ വലിയ ദീനിൽ വിശ്വസിച്ച ആളാണ്. ഒരുപാട് ത്യാഗങ്ങൾ ദീനിനു വേണ്ടി സഹിച്ച ആളാണ്. ശത്രുക്കൾ ദീനിലേക്ക് വന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹിയോടൊപ്പം മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ചങ്ങലയിലിട്ട് ബന്ധിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂലും അതാ മക്ക മുശ്രിക്കീങ്ങളും ഹുദൈബിയ സന്ധി രേഖപ്പെടുത്തി കരാർ വെച്ച്, ഹുദൈബിയ സന്ധിയിൽ കരാർ വെച്ച്, എന്താണ് ശത്രുക്കൾ വെച്ച് കരാർ എന്നറിയുമോ? ഒരുപാട് കരാർ വെച്ച്, അതിലൊരു കരാർ വെച്ച് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് മക്ക മുശ്രിക്കീങ്ങൾ വെച്ച കരാർ, മക്കയിൽ നിന്ന് ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ കൂട്ടത്തിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം. പക്ഷേ മദീനയിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ മക്കയിലേക്ക് വന്നാൽ നമ്മൾ തിരിച്ചയക്കൂല. ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കരാറാണോ? സഹാബത്ത് പോലും ഈ കരാർ അംഗീകരിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു അംഗീകരിച്ചു. നബി അതിന് കാരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കരാറാണ്. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ തിരിച്ചു കൊണ്ടുകൊടുക്കണം. നബി എടുത്ത് പറഞ്ഞു വിട്ടുതരാം, ഒപ്പുവെച്ച് കരാറാണ്. പക്ഷേ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ തിരിച്ചു കൊണ്ടുവിട. മക്ക മുശ്രിക്കീങ്ങളുടെ കരാറാണ്. ഇങ്ങനെ ഈ കരാർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കരാർ രേഖപ്പെടുത്തി ഒപ്പുവെച്ചു. അതിനുശേഷമാണ് മഹാനായ അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേരിൽ മദീനയിലേക്ക് പ്രവാചകന്റെയോടൊപ്പം പോകാൻ കഴിയാതെ വന്നപ്പോൾ മക്ക മുശ്രിക്കീങ്ങൾ ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ. അങ്ങനെ അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹു ചങ്ങല പൊട്ടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് ചെന്നു, ഹുദൈബിയയിലേക്ക് ചെന്നു, സഹാബത്തിന്റെ അടുക്കലേക്ക് ചെന്നു, പൊന്നാര നബിയുടെ ചാരത്ത് ചെന്നു. നബി അതാ അബൂ ജഹലിനോട് പറഞ്ഞു, അബൂ ജഹലെ തിരിച്ചു പോകണം, നമ്മുടെ കരാറിലെ ലംഘനം വരുത്താൻ പാടില്ല. അപ്പോഴാണ് അബൂ ജഹൽ ചോദിച്ചത്, യാ മാശറൽ മുസ്ലിമീൻ ഔറദു ഇലൽ മുശ്രികീന യഖിലൂനനി ഫീ ദീനി. ഏ മുസ്ലിമീങ്ങളായ സ്വഹാബ, ഏ നബിയേ, എന്നെ മടക്കി അയക്കുകയാണോ? മക്കയിലെ ക്രൂരന്മാരായ മുശ്രികീങ്ങളിലേക്ക് എന്നെ മടക്കി അയക്കുകയാണോ? യഖിലൂനനി ഫീ ദീനി, എന്റെ ദീനിൽ എനിക്ക് നാശം ഉണ്ടാക്കുന്ന, എന്റെ മക്ക മുസ്ലിമിന്റെ ദീനിലേക്ക് നാശം വരുത്തുന്ന മക്കയിലെ മുശ്രികീങ്ങളിലേക്ക് എന്നെ മടക്കി അയക്കുകയാണോ എന്ന് സഹാബത്തിനോടും നബിയോടും അബൂ ജഹൽ റളിയല്ലാഹു ചോദിച്ചപ്പോൾ ഫഖാല ലഹു നബിയു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാ അഖദിനാ ബൈനനാ വബൈനൽ ഖൗമി അഹദാ. ഏ അബൂ ജഹൽ, നമ്മുടെ മക്ക മുശ്രികീങ്ങളുമായിട്ട് ഒരു കരാർ ഉടമ്പടി വെച്ചിരിക്കുകയാണ്. മദീനയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തിരിച്ചു വിടത്തില്ല. മക്കയിൽ നിന്ന് ആര് വന്നാലും തിരിച്ചു വിടുമെന്നാണ് കരാർ ഒപ്പുവെച്ചത്. നീ മക്കയിൽ നിന്ന് വന്നതല്ലേ, നീ തിരിച്ചു പോകൂ. അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നാ ലാ നഅ്ദുറു ബിഹിം, നമ്മൾ മക്ക മുശ്രികീങ്ങളോട് വെച്ച കരാറിൽ നമ്മൾ ഒരിക്കലും ആ സന്ധിയിൽ വഞ്ചന കാണിക്കുകയില്ല, എതിര് കാണിക്കുകയില്ല എന്ന് നബി പറയുകയും അബൂ ജഹലിനോട് പറഞ്ഞു, ക്ഷമിക്കുക അബൂ ജഹലെ, ഒരു പ്രഭാതം പൊട്ടിവിടലും, ഒരു പ്രഭാതം സന്തോഷത്തിന്റെ ഒരു പ്രതീക്ഷ വെച്ച അബൂ ജഹലെ, നിന്റെ പ്രതീക്ഷയ്ക്കൊരു ദിവസം വരാനുണ്ട്, ഒരു നേട്ടം നിനക്ക് വരാനുണ്ട്, ഒരു സന്തോഷം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് നീ ക്ഷമിക്കുക, നീ സഹിക്കുക, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണേ എന്ന് അബൂ ജഹൽ റളിയല്ലാഹു പറയുകയും അബൂ ജഹലിനോട് റസൂലുള്ളാഹി പറയുകയും എന്നിട്ട് പറഞ്ഞു, വഇന്നല്ലാഹ ജാഇലുൽ ലക വലിമൻ മഅക ഫറദൻ വമഖറജ, നീയും നിന്റെ കൂടെ മക്കയിൽ നിന്ന് വന്നവരും തിരിച്ചു പോകണേ. അല്ലാഹു നിങ്ങൾക്കൊരു സഹായം തുറന്നു തരുന്ന ദിവസം അതിവിദൂരമല്ല. ഒരിക്കോ ശത്രുക്കളുമായി നമ്മൾ വെച്ച കരാറാണ്, ഒരിക്കൽ
ഒരിക്കലും കരാറിന് ലംഘനം വരുത്തുന്നവൻ മുനാഫിക്കാണ്, കപടനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കിയിട്ട് മഹാനായ അബൂജഹലിനോടും കൂടെ വന്നവരോടും തിരിച്ചു പോകാൻ പറഞ്ഞു. പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ഇതുപോലെ ആയിരിക്കണം ആഖിറത്തിന്റെ കാര്യത്തിൽ. ദുനിയാവിന്റെ കാര്യത്തിലുള്ള പ്രതീക്ഷ പോലെ ആഖിറത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷ ഉണ്ടാകണം. മനുഷ്യന്മാർ നമ്മൾ ഓരോരുത്തരും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അല്ലാഹു നമ്മൾ പ്രതീക്ഷ വെക്കണം. ദിക്ർ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും നമ്മൾ പ്രതീക്ഷയുള്ളവരാകണം. മരണസമയത്ത് എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞ വാക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗത്ത് സക്കറാത്ത്. മരണത്തിന് വലിയ വേദനയാണ്, മരണത്തിന് അതികഠിനമായ വേദനയാണ് എന്റെ സഹോദരന്മാരെ. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ മരിക്കും. നമ്മുടെ മരണത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും പ്രയാസമല്ല, പ്രതീക്ഷയുണ്ടാകണം. അല്ലാതെ നമ്മൾ ഭയപ്പെടരുത്, മരണത്തെ പേടിക്കരുത്. പേടിക്കേണ്ടത് എപ്പോഴാണ്? നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പേടിക്കേണ്ടത്, അമലുകൾ ചെയ്യുമ്പോഴാണ് പേടിക്കേണ്ടത്. നമ്മൾ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ, സ്വീകരിക്കുകയില്ലേ എന്ന് പേടിക്കേണ്ടത് കർമ്മം ചെയ്യുമ്പോഴാണ്. മരണത്തിൽ ഭയപ്പെടേണ്ടതല്ല, പ്രതീക്ഷ അർപ്പിക്കേണ്ടവരാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം അങ്ങനെ ഭാഗപ്പെടുത്തിയെടുക്കണം. തൗബ ചെയ്തുകൊണ്ടും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും മരണത്തെ ഉറ്റവരെയും ഉടവരെയും വിട്ടിട്ട് മരണത്തെ നേരിൽ കണ്ടപ്പോൾ ഖബറിലേക്ക് പോകാനൊരുങ്ങുന്ന സമയത്ത് മഹാനായ അബുൽ അതാഹിയ പാടിയതാണ്. എന്താണ്? മൗതു ബാബും വാ കുല്ലുൻ നാസി ദാഖിലൂ യാ ലൈത ശയ്യബ ദൽ മൗതി മദ്ദാറു മദ്ദാറു ജന്നത്തു ഖുൽദിൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ കസർത ഫന്നാറു വമാ മഹല്ലാനിമാ ലിന്നാസി ഗൈറുഹുമാ ഫൻദുർ ലിനഫ്സിക മാ അനാ അന്ത തഖ്താറു. എന്താണ് അബുൽ അതാഹിയ പാടിയത്? അൽ മൗത്ത് ബാബുൻ വാ കുല്ലുൻ നാസി ദാഖിലൂ. മരണം പടിവാതിൽക്കലാണ്, മരണം മുന്നിലാണ്. എല്ലാ മനുഷ്യരും അതിനെ അഭിമുഖീകരിക്കും, എല്ലാവരും അതിലേക്ക് കടക്കും. എന്റെ മരണത്തിന് ശേഷമുള്ള എന്റെ വീട് നരകമാണോ അതല്ല സ്വർഗമാണോ എന്നറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മഹാനായ അബുൽ അതാഹിയ പാടിയതാണ്. അദ്ദാറു ജന്നത്തുൽ അമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ കസർത ഫന്നാറു. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ശാശ്വതമായ സ്വർഗം നിനക്കുണ്ടോ. അതല്ല നീ ആ നന്മകളിൽ വീഴ്ച വരുത്തിയാൽ, റബ്ബിന് ചെയ്യേണ്ട ഇബാദത്തുകൾ നീ വീഴ്ച വരുത്തിയാൽ ഫന്നാർ നരകമാണ് നിന്റെ സങ്കേതം. ഈ നരകവും സ്വർഗവും എന്ന രണ്ട് സ്ഥലമല്ലാതെ മൂന്നാമതൊരു സ്ഥലം നിനക്കില്ല മനുഷ്യ. അതുകൊണ്ട് നീ നിന്റെ ശരീരത്തിലേക്ക് നോക്കണേ, നിന്റെ മനസ്സിലേക്ക് നീ നോക്കണേ. നീ തിരഞ്ഞെടുത്തോ നിനക്ക് ഏത് വീടാണ് വേണ്ടതെന്ന് നീ തിരഞ്ഞെടുത്തോ. അനാകാരമാകുന്ന ആഖിറത്തിന്റെ പരലോകമാകുന്ന ജീവിത വിജയത്തിന്റെ ജീവിതം, സ്വർഗീയ ജീവിതം എന്ന വീടാണോ നിനക്ക് വേണ്ടത്? അതല്ല കത്തിക്കാളുന്ന നരകമാണ്.